അൻവർ എന്തുകൊണ്ട് LDF വിട്ടു? കണക്ക് തിരിച്ചും മറിച്ചും കൂട്ടിയാലും ഉത്തരം ഒന്നേയുള്ളൂ. LDFിനൊപ്പം നിന്നാൽ 2026 നിലമ്പൂരിൽ ജയിക്കില്ല എന്ന ഭീതി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ 2700 വോട്ടിനാണ് കഷ്ടിച്ച് ജയിച്ചു കയറിയത്. എതിരാളിയായി വരുന്നത് ആര്യാടൻ ഷൗക്കത്താണെങ്കിലും VS ജോയി ആണെങ്കിലും അടുത്ത തവണ ജയിക്കാനാവില്ല എന്ന തോന്നലുണ്ടായി. നിലമ്പൂരിൽ വീണ്ടും ജയിക്കുക എന്നതിനപ്പുറം ജയിക്കാവുന്ന ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടുക എന്നതായി PV അൻവറിന്റെ രാഷ്ട്രീയ ലൈൻ. 2026ലേക്കുള്ള ഡീൽ UDFിൽ ഉറപ്പിച്ച ശേഷമാണ് PV അൻവർ രാജിവെച്ചത് എന്ന് കരുതുന്നവരാണ് ഏറെയും. പക്ഷേ ഒരു ഡീലും ഉറപ്പിക്കാതെ ഒറ്റ ബുദ്ധിക്ക് ചാടി വീണതാണ് എന്നാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ കാണിക്കുന്നത്. ADGP ആയിരുന്ന MR അജിത് കുമാറിനെതിരെ നടത്തിയ യുദ്ധമൊക്കെ മുന്നണി വിടാനുള്ള കളമൊരുക്കാൻ ചെയ്തതല്ലെങ്കിൽ മറ്റെന്താണ്? അഴിമതിക്കെതിരെ യുദ്ധം നടത്തിയ അൻവറിനെ അല്ല കേരളം കണ്ടിട്ടുള്ളത്. നിയമം ലംഘിച്ചുള്ള വാട്ടർ തീം പാർക്കിന്റെയും അനധികൃതമായി കൈവശം വച്ച ഭൂമിയുടെയും ഒക്കെ പേരിൽ നടപടി നേരിടുന്നയാളെയാണ് കണ്ടിട്ടുള്ളത്. ജനതയുടെ കൺമുന്നിലാണ് തടയണ പൊളിച്ചു കളയേണ്ടി വന്നത്. എത്ര തവണയാണ് അനുമതി കിട്ടിയും നഷ്ടപ്പെട്ടും വാട്ടർ തീം പാർക്ക് വാർത്തകളിൽ നിറഞ്ഞത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് CRO ലിയോണിലാണെന്ന് റീലുകൾ ഇട്ട MLA ഒരു വാഗ്ദാനവും നൽകിയിരുന്നു. സ്വർണം കുഴിച്ചെടുക്കുന്ന ആ പണിക്കായി സ്വന്തം മണ്ഡലത്തിൽ നിന്ന് ചെറുപ്പക്കാരെ കൊണ്ടുപോകുമെന്ന്. PV അൻവർ എന്ന അധ്യായത്തിന് ഇങ്ങനെ ദുരൂഹമായ അനേകം ഏടുകളുണ്ട്.